അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ, കർത്താവേ, ഞങ്ങൾ ഈ ആരാധനയിൽ എല്ലാ രാജ്യങ്ങളിലെയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർ ഞങ്ങളെല്ലാം ആത്മാവിൽ വിശ്വാസത്തിന്റെ കൈകള് പരസ്പരം ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കൾ ഒരേ മനസ്സോടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാവരും സാധാരണഗതിയിൽ ഒരു സ്ട്രെച്ചിന് 6000 പേരാണ് ഇപ്പോഴ് ഈ ലൈവിൽ പങ്കെടുത്ത് സാധാരണ പ്രാർത്ഥിക്കാറുള്ളത്. അത് കഴിയുമ്പോൾ വീണ്ടും ആൾക്കാർ പങ്കെടുക്കുമ്പോൾ ഒരു മണിയാകുമ്പോൾ അത് 11,000 പേരാകും. പിന്നീട് വൈകുന്നേരം ആകുമ്പോൾ അതൊരു 20,000 പേരാകും. അങ്ങനെ ഇന്ന് 30,000 പേര് സാധാരണ രാത്രി 9 മണിക്ക് നോക്കുമ്പോൾ 30,000 പേര് ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കും. പിന്നെ അത് പതുക്കെ കൂടിക്കൂടി വരും. ഉടമ്പടി ചെയ്തവരെല്ലാവരും അല്ലാത്തവരും. ഇപ്പം നമ്മൾ വലിയൊരു സമൂഹമാണ് കർത്തൃസന്നിധിയിൽ കണ്ണീരിടുന്നത്. അതുകൊണ്ട് ഈ ആരാധനയുടെ അകവും പുറവും എപ്പോഴും മനുഷ്യൻ്റെ വേദനകൾ പരിശുദ്ധ അമ്മ വഴി നമുക്കറിയാം. ഇതൊരു ഉടമ്പടി ആരാധനയാണ്. ലോകത്ത് ആകപ്പാടെ ഉടമ്പടി ആരാധന നടക്കുന്ന ഒരേ ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾക്ക് വാഗ്ദാന പ്രകാരം നമ്മൾ അവകാശികളാണ്. അമ്മ അതിനുവേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ജീവനോടെ ഇപ്പോഴും അൾത്താറയിൽ പ്രത്യക്ഷപ്പെട്ട് ആ അൾത്താറ എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും അമ്മയുടെ മധ്യസ്ഥം യാചിക്കുന്നത്. അപ്പം അത്രയും ശക്തമായൊരു ബോധം എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം ഉണ്ടാകണം. ഞാൻ പറയുന്നത് 5 ഭൂഖണ്ഡങ്ങളിലൊക്കെയിട്ട് ഉറക്കം നിന്ന് വരെ ആൾക്കാർ ഇപ്പോഴേ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വ്യത്യസ്തമായ ജീവിത പ്രശ്നങ്ങളാണ്. കാര്യം ജീവിത പ്രശ്നങ്ങളുടെ സമാശ്വാസ കേന്ദ്രമാണ് കൃപാസനം. കാര്യം ഇതിപ്പോൾ തുടങ്ങിയതല്ല. 89 തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ആദ്യം കിട്ടിയ ദൈവവചനം, ക്ഷീണിതന് വിശ്രാന്തി നൽകാൻ അവിടുന്ന് ഒരു ശിഷ്യനെ പോലെ എന്നെ അഭ്യസിപ്പിച്ചു. യെശയ്യായുടെ പ്രവചനങ്ങളാണ് 9:4. ആദ്യത്തെ വചനങ്ങളാണിത്. അതായത് അത് ഇന്നും മാറ്റമില്ല. അല്പം മാറിയപ്പോൾ ഉടമ്പടി തുടങ്ങിയപ്പോൾ 33:9 വന്നു ജെറമിയ. എന്താ? കർത്താവ് കണ്ണീരോടെയാണ് അവിടെ അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. എന്നുവെച്ചാൽ എങ്ങനെ നയിക്കും? കർത്താവിൻ്റെ വചനത്തിന് നയിക്കുമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വചനങ്ങളെല്ലാം വാഗ്ദാനങ്ങളിലൂടെ വിശ്വസ്തനായ ദൈവം തന്നെ വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നവർക്ക് അതായത് അല്പം പോലും വ്യത്യാസമില്ലാതെ ദൈവം ആ വാഗ്ദാനം പാലിച്ച് ചെയ്ത് കൊടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി ആരാധന കൂടുമ്പോൾ എൻ്റെ മക്കൾ കൂടുതൽ ഇപ്പം ഞാൻ നിങ്ങളോട്, അതായത് നിങ്ങളുടെ വിശ്വാസ നിലവാരം ഒന്ന് അളക്കണത് നല്ലതാണ്. കാര്യം ഉടമ്പടി ആരാധനയ്ക്ക് സാധാരണ വിശ്വാസം പോരാ. വെദർ യു നോ ഗോഡ് ഓർ നോട്ട്, നിങ്ങൾക്ക് ദൈവത്തെ അറിയാമോ ഇല്ലയോ, അതാണ് പ്രശ്നം. ദൈവവും നിങ്ങളുമായിട്ട് ഇപ്പം ദൈവത്തെ അറിയാം നമ്മൾ പറയുന്നു. പക്ഷേ പല ആൾക്കാർക്കും ഫലത്തിൽ ദൈവത്തെ അറിയത്തില്ല. ദൈവത്തെ അറിയാമെങ്കിൽ ആദ്യം ഈ ഭൗതികമായ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കത്തില്ല. ആദ്യം മെഴുകുതിരി കത്തിച്ച് മുട്ടേ നിൽക്കും. അങ്ങനെ 20% വരെ ഉള്ളൂ. നീ ദൈവവുമായിട്ട് ബന്ധമുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ പല വിഷയങ്ങളും താമസിക്കാൻ എന്നാ കാരണം എന്നറിയാവോ?
യു ആർ നോട്ട് ഗിവിങ് ദ പ്രൈമറി ഇമ്പോർട്ടൻസ് ടു ഗോഡ്. ദൈവത്തിന് ആദ്യ പ്രഥമ സ്ഥാനം കൊടുക്കണില്ല. ഇപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ, ഇപ്പം ഞാനൊരു സിമ്പിൾ എക്സ്പീരിയൻസ് പറഞ്ഞാൽ, അതായത് ആരുടെ ജീവിതത്തിലും എന്തും എപ്പോഴും സംഭവിക്കാം. ആ സെക്കൻഡിലെ വാട്ട് വിൽ ബി യുവർ പ്രൈമറി റെസ്പോൺസ്, ആദ്യത്തെ റെസ്പോൺസാണ്. ഇപ്പം അത് കഴിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ അർദ്ധങ്കപ്പെടില്ല, ശബരിമലയില എവിടെയെങ്കിലുമൊക്കെ ഈ അതവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് നേർച്ച കാഴ്ചകൾ വെക്കും. അതൊന്നും വല്ല പ്രശ്നം. വാട്ട് വിൽ ബി യുവർ പ്രൈമറി റെസ്പോൺസ്, നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം എന്താണ്? ഇത് കാരണം, അതായത് ഇത് വളരെ സീരിയസ് വിഷയമാണ്. കാര്യം ഒന്നാമത്തേൽ ഈശോ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. 6:38 നമ്മൾ വായിക്കില്ലേ, 39 ലൂക്കാൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷത്തിൽ അത് ആ വചനം ഓർത്താൽ ആ വചനത്തിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ മാരകമായ ഈ സ്ഫോടക വസ്തു ഇരിപ്പുണ്ട്. അതായത് നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. പണിയായില്ലേ? ഇത് വെരി സീരിയസ് തിങ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് എപ്പോഴും അങ്ങയുടെ തിരുസന്നിധിയിൽ ശരണപ്പെടുന്നതായിരിക്കണമേ. മക്കളൊന്ന് പ്രാർത്ഥിച്ച അച്ഛൻ്റെ കൂടെ, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തില് എന്ത് സംഭവിച്ചാലും എൻ്റെ ആദ്യ പ്രതികരണത്തില് കർത്താവേ നിന്നോടുള്ള ശരണപ്പെടൽ ഉണ്ടാകണമേ. പ്രൈസ് ദി ലോർഡ്. ഇത് ആൾക്കാർ ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഒരു റാങ്ക് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ MOHന് പാസ്സായി, അപ്പോഴേ നിങ്ങൾ ഉടനെ വിളിക്കും, കൂട്ടുകാരത്തിനെ വിളിക്കും. കൂട്ടുകാരത്തെയാണ് ഇന്നലെയും മെനൊക്കെ ചോദിച്ചത്, റിസൾട്ട് വന്നാടി എന്ന്. അപ്പം നമ്മൾ ഓർക്കണത്, ആദ്യം നമ്മൾ കൂട്ടുകാരത്തെ വിളിച്ചിട്ട് പറയും, റിസൾട്ട് വന്നേട്ടാ, ഞാൻ പാസ്സായി കേട്ടാന്ന് പറയും. പോയി, വിക്കറ്റ് വീണ്, തീർന്ന്, പരിപാടി തീർന്ന്, നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. എന്താ കാര്യം? അവിടെ ദൈവം നിൻ്റെ കൂട്ടുകാരത്തിയാണ്. പല അണ്ണന്മാർക്കും പ്രശ്നം വരുന്നത് ഇവിടെയാണ്. നിങ്ങളുടെ ഉള്ളുകളിലെയും കള്ളത്തരവും എല്ലാം ദൈവത്തിനറിയാം. അത് കഴിഞ്ഞ് ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും, അയ്യോ കുറേ പ്രാർത്ഥിച്ചതാണല്ല, ദൈവത്തിന് നന്ദി പറഞ്ഞല്ല എന്നാ പറഞ്ഞേക്കുക. അപ്പോഴെന്താ? ആറി വളിച്ച്, നിങ്ങളുടെ പല പ്രാർത്ഥന വളിച്ച പ്രാർത്ഥനകളാണ്, ആറി തണുത്ത പ്രതികരണങ്ങളാണ്. ഇനിയെങ്കിലും ഇതിൻ്റെ എന്താ ഇങ്ങനെ വരണമെന്നറിയാവോ? നോബഡി ടു റിമൈൻഡ് യു. അതാണ് പ്രശ്നം. നോബഡി ടു റിമൈൻഡ് യു. ഇങ്ങനെ ഒരു എക്സ്പെൻസ്, ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഒരു എക്സ്പീരിയൻസ് വന്നാൽ അതാണ് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന്. നോബഡി ടു റിമൈൻഡ് യു. നിങ്ങളോട് ആരും പറയാനില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ആരാ പറയേണ്ടത്? അപ്പനോ അമ്മയോ? അപ്പനും അമ്മയൊന്നുമല്ല, അപ്പനും അമ്മ കുറച്ച് മരിച്ചു. ആരാ പറയേണ്ടത്? ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് പറഞ്ഞു തരേണ്ടത്. മെഴ്സിക്കുട്ടി, ഇത് ഈശോയ്ക്ക് ഉടനെ നന്ദി പറ, ദൈവത്തിന് നന്ദി പറ, അപ്പായിക്ക് നന്ദി പറ എന്ന് പറയണ ആരാണ്? അത് ഓർപ്പിക്കാൻ മിനിമം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. പരിശുദ്ധാത്മാവ് നമ്മൾക്കുണ്ടാകുന്ന എപ്പോഴും ഗ്യാരണ്ടി ചെയ്ത് നോക്കണം. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. നിങ്ങൾ മൊബൈലിൽ കളിച്ചിട്ട് കാര്യമില്ല, പൈസ അടച്ച് ചാർജ് ചെയ്തിട്ടാന്ന് ആദ്യം നോക്കണം. ഇപ്പം ചില ആൾക്കാർ പറയും, ഈ മെസ്സേജ് പോണില്ലല്ലോ എന്ന് പറയും. മെസ്സേജ് പോകത്തില്ല. എങ്ങനെ പോകാനാ? ആ മെസ്സേജ് മുഴുവൻ ബ്ലോക്കായി കിടക്കുകയാണ്. നിങ്ങൾക്ക് ഒരു 3 ദിവസമായിട്ട് അവിടുന്ന് റിമൈൻഡർ, സർവീസ് റൂമിൽ നിന്ന് റിമൈൻഡർ തരണതാണ്. ചാർജ് ചെയ്യാനുള്ള ദിവസമായി, ചാർജ് ചെയ്യാനുള്ള ചാർജ് ദിവസം നിങ്ങൾ ചാർജ് ചെയ്തില്ല. ഇപ്പോൾ ലൈൻ പോകുന്നില്ല, ഈ കോൾ പോകുന്നില്ല. എന്താ കാര്യം? ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥനയ്ക്കും വരണ ഇത് തന്നെയാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു മിനിമം പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഇത് ഓർപ്പിച്ചു തരാൻ ആരും ഉണ്ടാവത്തില്ല. ഇപ്പോൾ
ഈശോ എന്നാ പറഞ്ഞത്? ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാൻ പഠിപ്പിക്കുന്നതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ എറണാകുളം അതിരൂപതയിലെ തൃക്കാക്കരയിലെ ബ്ലെസ്സഡ് സാക്രമെന്റ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത് കുവൈറ്റിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സിസ്റ്ററാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. ആ സമയത്ത് ഞാൻ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും ഇടുമായിരുന്നു. അതിലൂടെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ലഭിക്കാനിടയാ വന്നിട്ടുണ്ട്. 2021 എനിക്ക് ഹൈപ്പർ തൈറോയിഡ് വരികയും കണ്ണിന് കംപ്ലൈൻറ്റ് വരികയും ഗ്രേവ് ഡിസീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. ഹൈപ്പർ തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് സർജറി മാത്രമാണ് അവർ പറഞ്ഞിരുന്ന ഒരു ഓപ്ഷൻ. സർജറി നമുക്ക് അവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ മാത്രം പോകുമായിരുന്നു. ലൈറ്റ് എ കാൻഡിൽ റിക്വസ്റ്റ് ഇടുമായിരുന്നു. 2022 ഞാൻ പോരുന്നതിന് മുമ്പായിട്ട് അയർലൻഡിലേക്ക് ഒരു HCയുടെ ഇൻ്റർവ്യൂ വന്നിരുന്നു അറിഞ്ഞു. അങ്ങനെ ഞാൻ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് ഹസ്ബൻഡ് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു കോവിഡിനും മുൻപായിട്ട്. അതിൻ്റെ കാശ് രൂപവും തൈലവും എനിക്ക് വേറെ ഫ്രണ്ട് വഴി കൊടുത്തു വിട്ടിരുന്നു. അത് വെച്ചിട്ടാണ് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാവാൻ സാധിച്ചു. ആ സമയത്ത് തന്നെയാണ് എനിക്ക് ഹൈപ്പർ തൈറോയിഡിൻ്റെ ഇത് വന്നത്. അങ്ങനെ ഞാൻ കുവൈറ്റിൽ നിന്ന് റിസൈൻ ചെയ്തു വന്നു. ഇവിടെ വന്ന് 2022 ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു, നിയോഗം വെച്ചു. നിയോഗത്തിൽ ഒരു കാര്യം വെച്ചത് എൻ്റെ കണ്ണിൻ്റെ കാര്യമായിരുന്നു. അതിൽ ഞാൻ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വേറെ പ്രത്യേകിച്ച് മരുന്നുകളായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ണിന് വേണ്ടിയിട്ടുള്ളതൊന്നും ചെയ്തിട്ടില്ല. പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കണ്ണിൻ്റേത് ഞാൻ ഓപ്പറേഷനാണ് അവിടെ നിന്ന് അവർ പറഞ്ഞിരുന്നത്. ആ ഓപ്പറേഷൻ നടത്താൻ നമുക്കവിടെ സാധിക്കുമായിരുന്നില്ല കുവൈറ്റിലായതുകൊണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചു. അപ്പോഴും അവർ സർജറി തന്നെയാണ് പറഞ്ഞിരുന്നത്. നമ്മളതുമായിട്ട് മുൻപോട്ട് പോയില്ലായിരുന്നു. സർജറിയായിട്ട് പ്രാർത്ഥിക്കുന്നതിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുന്ന് ഞാൻ 2022 ഉടമ്പടി എടുക്കുമ്പോൾ പറയുമ്പോൾ നിയോഗത്തിൽ ഞാൻ കാര്യം വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ജൂണിൽ ഞാൻ പുതുക്കിയപ്പോഴും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കണ്ണ്. അന്നേരം ഒരു കണ്ണിന് ഒരു കോങ്കണ്ണ് പോലെ ഉണ്ടായിരുന്നു. ഒരു കണ്ണ് മാത്രമായിരുന്നു വലുതായിട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. അത് ഉള്ളിലോട്ട് കയറ്റി സർജറി ചെയ്യണമായിരുന്നു, ഇല്ലെങ്കിൽ മാറുമില്ലായിരുന്നു. ബ്ലഡ് വിഷനും ഉണ്ടായിരുന്നു. ഒന്നും മുൻപിലുള്ളതൊന്നും കാണാനും ക്ലിയറായിട്ട് കാണാനും പറ്റത്തില്ലായിരുന്നു. ഈ ഉടമ്പടി തൈലം മാത്രം ഉപയോഗിച്ച് എനിക്ക് സർജറി കൂടാതെ എൻ്റെ കണ്ണ് ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായി വന്നിട്ടുണ്ട്. എൻ്റെ കണ്ണ് പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വർക്ക് പെർമിറ്റ് എനിക്ക് പുതുക്കാൻ വെച്ചിട്ട് റെഡി ആവുന്നുണ്ടായിരുന്നില്ല. മാർച്ചിൽ ഞാൻ ഉടമ്പടി ഇവിടെ എടുത്തു. അതിലും എൻ്റെ വർക്ക് പെർമിറ്റിൻ്റെ കാര്യം വെച്ചിരുന്നു. ജൂണിൽ ഞാൻ പുതുക്കണ സമയമായപ്പോഴത്തേക്കും എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബൈബിൾ വായനയിലും ഇച്ചിരി മുടക്കങ്ങൾ വരുമായിരുന്നു. അതിനുശേഷം എനിക്ക് ഒരുപാട് രോഗികളെ സുഖപ്പെടുത്താനുള്ള രീതിയിൽ എനിക്ക് കൊടുക്കാനുള്ള സാധിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു നന്മ എനിക്ക് ചെയ്യാൻ സാധിച്ചതിലൂടെയും ഒരുപാട് ആത്മീയമായി എനിക്ക് മാറാൻ സാധിച്ചു. എനിക്ക് തന്നെ എന്നെ തന്നെ മാറ്റുവാൻ സാധിച്ചു. അതിലൂടെ എനിക്ക് വർക്ക് പെർമിറ്റിൻ്റെ ഇത് തടസ്സം വന്നത് മാറിക്കിട്ടി ജൂണിലുള്ളത്. അങ്ങനെ ഞാൻ അയർലൻഡിന് പോകുന്നതിന് 2 ദിവസം മുൻപ് എനിക്ക് സെപ്റ്റംബറിൽ പോകാനുള്ള ഇതെല്ലാം റെഡിയായി. ആ ഉടമ്പടി പുതുക്കലിൽ അതിനു മുമ്പ് എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ല. 2 ദിവസം മുമ്പ് എനിക്ക് കയറി പോകണമായിരുന്നു. അങ്ങനെ NRIയിലോട്ട് മാറ്റിയിട്ടാണ് ഞാൻ അയർലൻഡിന് പോകുന്നത്. പോകുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു, പുതുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ഓർത്ത്. അത് കഴിഞ്ഞ് 2023 ഞാൻ അയർലൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനിവിടെ ആദ്യമായിട്ടാണ് ഉടമ്പടി ദാനം നമ്മൾക്ക് വിദേശത്തേക്ക് നടത്തുന്നത്. അങ്ങനെ അയർലൻഡിലാണ് ആദ്യമായിട്ട് സഞ്ചാരി മാതാവ് എനിക്ക് വേണ്ടി അവിടെ വന്നതുപോലെയായിരുന്നു. എനിക്ക് അവിടെ ഉടമ്പടി എടുക്കാനും സാധിച്ചു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങളാണ് വന്നത്. ആത്മീയമായി ഒരുപാട് മാറാൻ സാധിച്ചു. എനിക്ക് കാരുണ്യപ്രവർത്തികൾ ഒരുപാട് എനിക്ക് മാസം തോറും ചെയ്യുവാനുള്ള അനുഗ്രഹം എനിക്ക് മാതാവ് തന്നുകൊണ്ടേയിരുന്നു. ബൈബിൾ വായന ഒരിക്കലും മുടക്കാതെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. എനിക്ക് വേണ്ടിയല്ല ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ലീവിന് വന്ന സമയത്ത്
കണ്ണിൻ്റെ ഇത് ശരിക്കും മാറിയതിൻ്റെ സാക്ഷ്യം പറയാൻ സാധിച്ചില്ലായിരുന്നു. അതിനൊരുപാട് ക്ഷമ ചോദിക്കുന്നു അമ്മ മാതാവിനോട്. ഇപ്പോഴാണ് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചത്. അതിനുശേഷം അച്ഛൻ്റെ അടുത്തുനിന്ന് കാശ് രൂപം ലഭിക്കുകയും അതുവഴിയായിട്ട് ഞാൻ തിരിച്ച് ഇവിടെ ലീവിന് വന്ന സമയത്ത് എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു. അഖണ്ഡ ജപമാലയുടെ ജപമാല എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിച്ചായിരുന്നു. അത് കൊണ്ടുപോയിട്ട് എൻ്റെ കയ്യിൽ 1 വർഷം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഉടമ്പടി എടുത്തവരെ ഒന്നും ചെല്ലുവാനോ എനിക്ക് ഉണ്ടായിരുന്നില്ല. നമുക്ക് കൂടെ ഉടമ്പടി എടുത്തവർ വേണമായിരുന്നു. ഞാനൊരു ഗ്രാമപ്രദേശത്താണ് സമ്മതിക്കുന്നത്. ആ സ്ഥലത്ത് എൻ്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് 1 വർഷം എൻ്റെ കയ്യിൽ അതങ്ങനെ ഇരിക്കുവാണല്ലോ. അച്ഛൻ എനിക്ക് തന്നു വിട്ടത് എനിക്ക് ചെല്ലാനും സാധിച്ചില്ല. അതുപോലെ കഴിഞ്ഞ വർഷം കറക്റ്റ് ഡിസംബർ 7 അതിനു മുമ്പായിട്ട് കറക്റ്റ് ആ സമയത്ത് ഒരു ചേച്ചി എന്നോട് പറയുകയാണ്, മോൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട് വാട്സപ്പിൽ, ഉടമ്പടി എടുത്തവർക്കുണ്ട്, അതിനകത്ത് ചേരാൻ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ വർക്ക് പെർമിറ്റ് 9 മാസമായിരുന്നു എൻ്റെ വർക്ക് പെർമിറ്റിന് വെച്ചിട്ട് അത് ആകുന്നില്ലായിരുന്നു. എത്ര ദിവസം ഓരോരോ തടസ്സങ്ങൾ. 2 മാസം കഴിയുമ്പോൾ ഒരു പേപ്പറില്ല, 3 മാസം കഴിയുമ്പോൾ വേറെ പേപ്പറില്ല, അങ്ങനെ ഓരോരോ തടസ്സങ്ങളായി ഇങ്ങോട്ട് പോരാൻ എനിക്ക് സാധിച്ചില്ല. ഓൾറെഡി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അവസരത്തിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ അഖണ്ഡ ജപമാലയുടെ ഇത് വരുന്നത്. അങ്ങനെ എനിക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചയോടെ 3 മണിക്ക് അഖണ്ഡ ജപമാലയുണ്ട് 7:30 വരെ. അത് ഞാൻ ഡിസംബറിൽ എനിക്ക് കൂടാൻ സാധിച്ചു. ജാനുവരിയിലായപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് പോരാൻ സാധിച്ചില്ലല്ലോ നാട്ടിലോട്ട്. അതുകൊണ്ട് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്താലോ. അപ്പോൾ അച്ഛൻ്റെ ആ ധ്യാനത്തിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ എന്ത് വിഷമമുണ്ടോ അതായിരിക്കും ഓരോ ധ്യാനത്തിലും അച്ഛൻ എന്നോട് സംസാരിക്കുന്ന പോലെയായിരുന്നു. അതെല്ലാവരും ഇവിടെ പറയുന്ന കാര്യമാണ്, നമ്മളോട് സംസാരിക്കുന്ന പോലെയെന്ന്. പക്ഷെ അത് ഞാൻ ഓർക്കും, നമ്മൾ അപ്പം എന്ത് വിഷമിച്ചിരിക്കുന്നു ആ കാര്യമാണ് അച്ഛൻ ആ ധ്യാനത്തിൽ നമ്മളോട് സംസാരിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ആ അഖണ്ഡ ജപമാലയിൽ ചേരാൻ സാധിച്ചു. ഡിസംബറിലും ജാനുവരിയിലും ഞാൻ കയറിയപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പറയും ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ. വേറെ എനിക്ക് പുതുക്കാൻ നിവൃത്തിയില്ലായിരുന്നു ലീവിന് വരാത്തതുകൊണ്ട്. അങ്ങനെ ഞാൻ ജാനുവരി 15, 2025 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ്. ജാനുവരി 21 എങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്ന് എനിക്കറിയില്ല. അതുവരെ ഞാൻ വർക്ക് പെർമിറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ആ അഖണ്ഡ ജപമാലയിൽ ഒരു രഹസ്യം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ചേട്ടൻ പ്രാർത്ഥിച്ചു, ഇതുവരെ വർക്ക് പെർമിറ്റ് കിട്ടാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ഒരുപാട് പേര് തടസ്സമായി നിൽപ്പുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത്, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല അമ്മേ, മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ കൂടുതലായിട്ടും പ്രാർത്ഥിക്കേണ്ട. അച്ഛൻ്റെ അതിൽ ഓരോന്നിലും പറയാറുള്ളതാണ്. അങ്ങനെ ഞാൻ അതിൽ പ്രാർത്ഥിക്കുന്നവർക്കും അവിടെ ലഭിക്കാനിരിക്കാത്ത എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ജാനുവരി 21 എൻ്റെ വർക്ക് പെർമിറ്റ് അടിച്ചു കിട്ടുകയാണ്. എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. ക്യാൻസലായി എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ റിജക്റ്റ് എന്ന് പറഞ്ഞു വരെ അതിൻ്റെ തൊട്ടാഴ്ചയിൽ തന്ന സംഭവമാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് 21-ാം തീയതി ലഭിക്കുന്നത്. അന്ന് തന്നെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഫെബ്രുവരി 7 അതൊരു മാസം അതേ വെള്ളിയാഴ്ച. അതുപോലെ തന്നെ അഖണ്ഡ ജപമാലയുണ്ടായിരുന്നു. ഞാൻ 3 മണിക്ക് അഖണ്ഡ ജപമാല പങ്കെടുത്ത് 7:30 കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ വിസയാണ് ഫെബ്രുവരി 7 കറക്റ്റ്. അത്ര ദിവസത്തെ ഗ്യാപ്പ് എനിക്ക് സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ എനിക്കത് സാധിച്ചു തന്നു. ഫെബ്രുവരി 7 എനിക്ക് ലഭിച്ചു. അത് കഴിഞ്ഞ് വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ ആർക്കും അങ്ങനെയൊന്നും കിട്ടത്തില്ല. 7 ദിവസം 10 ദിവസമാണ് അവർ പറയുന്നത്. എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. 3 ദിവസത്തിനകം എൻ്റെ കയ്യിൽ എനിക്ക് വീട്ടിൽ കാർഡ് ലഭിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ നിന്ന് അയർലൻഡിന് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 1 പ്രാവശ്യം എഴുതിയായിരുന്നു. അത് ഞാൻ തോറ്റുപോയായിരുന്നു, എനിക്ക് കിട്ടിയില്ലായിരുന്നു. കാല് വിറയ്ക്കുമായിരുന്നു. എനിക്ക് ബ്രേക്ക് ചവിട്ടുമ്പോൾ എച്ചെടുത്ത് പറ്റുന്നില്ലായിരുന്നു. അന്ന് 2ാമത്തെ പ്രാവശ്യം ഞാൻ ടെസ്റ്റ് എഴുതാൻ നേരം എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുക, നിനക്ക് കാല് വിറച്ചുകൊണ്ടല്ലേ നിനക്ക് കിട്ടാതെ പോയത്. അപ്പോൾ ഞാൻ ടെസ്റ്റിന് ഇറങ്ങുമ്പോൾ നീ തൈലം തൂത്തിട്ട് പോകാൻ എൻ്റെ ഉള്ളിൽ നിന്ന് മാതാവ് പറയുന്ന പോലെ. അങ്ങനെ ഞാൻ കാലിലും തൈലം തൂത്തു, കയ്യിലും തൂത്തിട്ട് പോയി സ്റ്റിയറിംഗ് പിടിക്കാനുള്ളത്. ആ തവണ ഞാൻ അങ്ങനെ പോയി. കാശ് രൂപം മുറുക്കെ പിടിച്ചാണ് ഞാൻ വെച്ചിരുന്നത്. ടെസ്റ്റിന് കയറിയ സമയത്ത് ഞാൻ എൻ്റെ ഉടുപ്പിൽ കുത്തിവെച്ചു കാശ് രൂപം. അങ്ങനെ ആ മാസം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു. പിന്നെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ തന്നെയാണ് ഇവിടുന്ന് പോയത് അയർലൻഡിന്. വേറെ എല്ലാവർക്കും 2, 3, 10 പേരൊക്കെ സെറ്റായിട്ടാണ് പോയത്. എൻ്റെ സ്ഥലത്തോട്ട് ഞാൻ തന്നെയുള്ളായിരുന്നു. അമ്മ ഞാൻ തന്നെയുള്ള അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് പള്ളി അടുത്ത് വേണം എന്നും എനിക്ക് കുർബാനയ്ക്ക് പോകാൻ. അതെനിക്ക്
എനിക്ക് വേണം, പിന്നെ എനിക്കൊരു കട വേണം. നമുക്ക് അറിയില്ലല്ലോ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ എന്താ സെറ്റ്, ഒന്നും നമുക്കറിയില്ല എങ്ങനെയാണ് ജീവിക്കുന്നത്. ഒരു കട എനിക്ക് വേണം, ഞാൻ തന്നെ പോകുന്നത്, എനിക്ക് ആരുമില്ല, സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ദൂരെ റിമോട്ട് ഏരിയയാണ്, നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരു കടയും ഒരു പള്ളി ഞാൻ ആഗ്രഹിച്ചു. പിന്നെ നഴ്സിംഗ് ഹോമിൽ ഒരുപാട് ദൂരമാണെങ്കിൽ നമുക്ക് വണ്ടിക്കൊന്നും പോകാനോ ഒരു നിവൃത്തിയില്ല, ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ തൊട്ടടുത്ത് തന്നെ വേണമെന്നേ ഞാൻ പ്രാർത്ഥിച്ചോളൂ, നടന്നു പോകാനുള്ള ദൂരം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചെന്നുള്ളൂ. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് അവിടെ വേണ്ടി ഒരുക്കിയിരുന്നത് എൻ്റെ നേരെ നിങ്ങൾ എന്തുമാത്രം എല്ലാവർക്കും വിശ്വാസമാണെന്ന് അറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ എനിക്ക് നഴ്സിംഗ് ഹോം കാണാം. ആ ദൂരത്തിൽ എനിക്ക് എൻ്റെ അമ്മ വീട് ഒരുക്കിയിരുന്നു. ആ വീട് അത് ഭയങ്കര അത്ഭുതമായിട്ടാണ് എല്ലാവരും അവിടെ പറയുന്നത്. ആ വീട് പൂടിക്കിടക്കുമായിരുന്നു, നഴ്സിംഗ് ഹോമിൻ്റെ പേരിലുള്ളതായിരുന്നു. ആദ്യത്തെ ചരിത്രത്തിൽ അവർ ആ വീട് നമുക്ക് വേണ്ടിയിട്ടെന്നുള്ള പോലെ അത് മാതാവ് എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നു. അത് തുറക്കുമായിരുന്നു അവർ. ഇപ്പം അത് കണ്ടിന്യൂ ചെയ്ത് ഓരോ സ്റ്റാഫ് വരുന്നവർക്ക് ആദ്യമായി കയറിയത് ഞാനാണ്. ആ വീട്ടിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് അങ്ങനെ ലഭിച്ചു. പിന്നെ പള്ളി എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലിരുന്ന് ആ പള്ളിയിൽ മണി അടിക്കുന്നത് കേൾക്കാം. 3 മിനിറ്റ് കൊണ്ട് എനിക്ക് നടന്ന് എൻ്റെ പള്ളിയിലോട്ട് പോകാനുള്ള ദൂരം. ഒരു കട ചോദിച്ചതിന് എൻ്റെ അമ്മ എനിക്കൊരു ടൗണാണ് തന്നത്. നമ്മൾ മനസ്സിൽ കരുതുന്നതല്ല, മാതാവ് നമുക്ക് വേണ്ടി കരുതുന്നത്. എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങളെന്ന് മാതാവ് നമുക്ക് നേരത്തെ അറിയാം. മാതാവ് നമുക്ക് വേണ്ടി അത് കരുതി അവിടെ വെച്ചിരുന്നു. ബാങ്ക് അടക്കം അവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല, ഒരു ടൗണാണ് എനിക്ക് അമ്മ തന്നിരുന്നത്. സ്കൂൾ ഇല്ലാത്തതൊന്നുമില്ലാത്ത, പക്ഷെ നമ്മുടെ മനസ്സിൽ അതൊന്നും പോകുന്നില്ലായിരുന്നു. മാതാവ് നമുക്ക് വേണ്ടി നമ്മൾ എന്ത് കരുതുന്നു അതല്ല നമുക്ക് വേണ്ടി അമ്മ കരുതി വെക്കുന്ന, ഈശോയിലൂടെ നമുക്ക് സാധിച്ചു തരുന്ന, അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് മാറാൻ സാധിച്ചിട്ടുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് മാറാൻ സാധിച്ചു. ദേഷ്യം ഉണ്ടായിരുന്നു. നേരത്തെയൊക്കെ രോഗികളെ ഇത് ചെയ്യുമ്പോഴത്തേക്കൊക്കെ ജോലി എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത്. ഇപ്പം അച്ഛൻ്റെ അടുത്ത് രണ്ടാമത്തെ ഉടമ്പടി ഞാൻ അയർലൻഡിൽ എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറാൻ സാധിച്ചു. ആദ്യത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് എടുത്തു എന്നുള്ള ഇതിലുണ്ടായിരുന്നു. ആ ധ്യാനം കൂടി അതിനുശേഷം ആ ഉടമ്പടിയിലൂടെ എനിക്ക് ഒരുപാട് മാറാൻ സാധിച്ചു. ബൈബിൾ വായന എനിക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് ബൈബിൾ വായിച്ചിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ. അത് 1 മണിക്കൂർ ഞാൻ വായിക്കും. 1 മണിക്കൂറോളം വായിച്ചിട്ടേ ഞാൻ ടയേർഡായിട്ട് ഡ്യൂട്ടി ചെയ്ത് ഒരുപാട് തലവേദനയോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഞാൻ വായിച്ച പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ കിടക്കത്തുള്ളൂ. പിന്നെ ലൈവായിട്ട് തന്നെ എനിക്ക് എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടാനും അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. എനിക്ക് ചിലപ്പോൾ ഞാൻ ഓഫ് റിക്വസ്റ്റ് ചെയ്യും. അതെല്ലാം ഡ്യൂട്ടിയാണെന്നുണ്ടെങ്കിൽ തന്നെ സമയം ഒത്തിരി വ്യത്യാസമുണ്ട് ഇവിടുമായിട്ട്. എന്നാലും എനിക്ക് ആ സമയത്തിന് എനിക്ക് ചെല്ലാൻ സാധിക്കുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. ഡെയിലി ബ്രെഡ് എനിക്ക് ഡെയിലി കൂടാൻ ഇപ്പം അച്ഛൻ്റെ തുടങ്ങിയേക്കുന്നത് അത് ഒരുപാട് അനുഗ്രഹമാണ്, ഒരുപാട് അനുഗ്രഹമാണ്. നമുക്ക് ഡെയിലി അച്ഛൻ്റെ പ്രയർ നമുക്ക് ലഭിക്കുകയാണ്, ബ്ലെസ്സിങ് ലഭിക്കുകയാണ്. അതിലൂടെ നമുക്ക് മാതാവിനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള അനുഗ്രഹമാണ് ലഭിക്കുന്നത്. എനിക്ക് അങ്ങനെ മാതാവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എനിക്ക് എത്ര പറഞ്ഞാലും തീരാത്ത കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് കിട്ടുന്ന സാക്ഷ്യങ്ങൾ ഞാനിങ്ങനെ ഓരോ A4 പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒരു 35ഓളം സാക്ഷ്യങ്ങളുണ്ട്. എല്ലാം ഇവിടെ പറഞ്ഞു തീർക്കാൻ എനിക്ക് സാധിക്കില്ല. മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ സാക്ഷ്യം പറയുന്നതിലുള്ളത്. പിന്നെ എല്ലാവർക്കും ഇത് മാതാവിൻ്റെ അഭിഷേകം ഇത് ലഭിക്കുന്ന എനിക്ക് കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് ലഭിക്കുന്നില്ലല്ലോ ഞാൻ പറയാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു. മാതാവിൻ്റെ എന്തെങ്കിലും ഇപ്പം ബാധക വന്നു അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് പേടിയായിരുന്നു. അങ്ങനെയൊക്കെ വന്ന് എനിക്ക് പേടിയാണല്ലോ അമ്മേ, ഞാൻ എന്ത് ചെയ്യും? പക്ഷേ എനിക്ക് അമ്മയുടെ സാന്നിധ്യം എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അതുപോലെ എനിക്കൊരു ദിവസം രാത്രി കിടക്കുമ്പോഴത്തേക്കും ഉറക്കത്തിലല്ല, എൻ്റെ അടുത്ത് നിന്ന് ഈ വർക്ക് പെർമിറ്റിൻ്റെ ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴായിരുന്നു. 9 മാസം എടുത്തിരുന്നല്ലോ എൻ്റെ ഇതിന് റെഡി ആവാൻ വേണ്ടി. ആ സമയത്ത് എനിക്ക് ഉറക്കത്തിൽ അമ്മ ഇങ്ങനെ പറയുക, ഞാനല്ലേ നിൻ്റെ കൂടെയുള്ളത്, നീ എന്തിനു പേടിക്കുന്നു എന്ന് എൻ്റെ തൊട്ടടുത്ത് നിന്ന് ഒരാൾ പറയുന്നു. ഞാൻ കണ്ണടച്ചിരിക്കുക, എനിക്ക് തുറക്കാൻ പറ്റില്ല. എന്നെ ഷിവർ ചെയ്യുന്നു, വിറച്ച് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തു ആ പറഞ്ഞ കാര്യം ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാനല്ലേ നിൻ്റെ കൂടെയുള്ള എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് അങ്ങനെ എൻ്റെ മാറുമായിരുന്നു. അങ്ങനെ എനിക്ക് മാതാവ് എനിക്ക് അനുഭവം തന്നിരുന്നു. വേറെ എനിക്ക് എൻ്റെ പിള്ളേരുടെ കാര്യങ്ങൾക്കായാലും ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിള്ളേരിപ്പോൾ വരാത്ത കാരണം എനിക്ക് എൻ്റെ സാക്ഷ്യം പറയുന്നില്ല. എല്ലാത്തിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ താഴ്ത്തുക, എളിമപ്പെടുത്തുക. എത്രമാത്രം നമ്മളെ എളിമപ്പെടുത്താൻ സാധിക്കുന്നോ അത്രമാത്രം നമ്മൾ എളിമപ്പെടുത്തി മാതാവിനോട് എന്ത് ചോദിച്ചാലും നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഈ എളിയവരായി എനിക്ക് സാധിച്ചെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഉറപ്പായിട്ടും ലഭിച്ചിരിക്കും. ഇത്രയും സാക്ഷ്യങ്ങൾ എനിക്ക് അനുഗ്രഹിച്ച അമ്മ മാതാവിനെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ദൈവ തിരുക്കുമാരനും പരിശുദ്ധ കൃപാസന അമ്മയ്ക്കും 100,000 നന്ദി.
എൻ്റെ പേര് രഹന ജോളി. ഞാൻ എറണാകുളം കരിമാലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി 16, 2023 അപ്പോൾ ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായിട്ട് വന്നൊരു ദുരന്തമായിരുന്നു. അത് എൻ്റെ സഹോദരൻ 25-ാം വയസ്സിൽ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. രാഹുൽ എന്നായിരുന്നു പേര്. അപ്പോൾ ചേട്ടന് റെൻ്റ് കാറിൻ്റെ ബിസിനസ്സായിരുന്നു. ഫിനാൻസിൽ നിന്ന് വണ്ടികളൊക്കെ എടുത്തിട്ടാണ് ചേട്ടൻ ബിസിനസ് മുന്നോട്ട് നയിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ചേട്ടൻ്റെ മരണശേഷം വീട്ടിൽ ഫിനാൻസുകാർ വരികയും അപ്പോൾ പപ്പ നേരത്തെ മരിച്ചതുകൊണ്ട് എല്ലാ ബാധ്യതയും ഞാനും അമ്മയും കൂടി ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എൻ്റെ കസിൻ ചേച്ചി പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്ക്, ഈ ഫിനാൻസുകാർ വീട്ടിൽ വന്ന് ഒച്ചപ്പാടും ബഹളവും, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ബാധ്യത തീർക്കണം എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ നിലയില്ല കഴുത്തിൽ മുങ്ങി നിൽക്കുന്ന ആ സമയത്ത് ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ചേട്ടൻ മരിക്കുന്നത് ഒക്ടോബറിലാണ്. ഞാൻ ഫെബ്രുവരിയിൽ ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യം നിയോഗം വെച്ചത് എനിക്ക് മാനസികമായിട്ട് ഒന്ന് നേരെ നിന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ബാധ്യതകളൊന്ന് തീർക്കാനും ചേട്ടൻ്റെ ഫിനാൻസിലെ എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്നൊന്ന് തീർത്ത് കിട്ടാനും വേണ്ടിയായിരുന്നു. അപ്പോൾ ആദ്യം ചേട്ടൻ്റെ ഒരു 6-7 വണ്ടികളുണ്ടായിരുന്നു ചേട്ടന്. ഫസ്റ്റത്തെ ഞങ്ങളുടെ അടുത്ത് ഫിനാൻസുകാർ പറഞ്ഞത് 3.5 ലക്ഷം കൊടുത്തിട്ട് വേണം നിങ്ങൾ ഈ ബാധ്യത തീർക്കാനായിട്ട്. അപ്പോൾ കുടുംബത്തിലെ അവസ്ഥയെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടും ഒരു ഇതും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ഉടമ്പടി തൈലം പൂശുകയും ഫിനാൻസ് കമ്പനിയിൽ പോയി ഞാൻ ഒപ്പിടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്നൊരു ദിവസം എൻ്റെ മാനേജർ കോണ്ടാക്ട് ചെയ്ത് ഇത് പിയറൻ്റാണ്, അപ്പോൾ ഞങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ചെയ്തു തരാൻ നോക്കാം എന്ന് പറഞ്ഞ് 3.5 ലക്ഷം പറഞ്ഞുകൊടുത്ത് 1.50 അവരത് ചുരുക്കി തന്നു. പൈസ അടയ്ക്കേണ്ടതിൻ്റെ തലേ ദിവസം വിളിച്ചിട്ട് മാനേജർ പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥ ഞാൻ ഒന്നും കൂടി വെച്ചിട്ടുണ്ട്, 1.55 വേണ്ട, 1.30 ഞങ്ങളിത് തീർത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റത്തെ ഒരു വണ്ടിയുടെ തീർത്തു. രണ്ടാമത്തെ ഒരു വണ്ടിയുടെ എന്ത് ചെയ്യണമെന്നറിയില്ല, അതും 3.5 ലക്ഷത്തിനുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, വണ്ടി ഞാൻ എടുത്തോളാം, 3 ലക്ഷത്തിന് 3.5 ലക്ഷമാണ് പറഞ്ഞത്, അതിൽ 3 ലക്ഷം പുള്ളി തരാം, വണ്ടി എടുത്തിട്ട് ബാക്കി 50,000 രൂപ നിങ്ങൾ കൊടുത്തിട്ട് ആ ഫിനാൻസ് ക്ലോസ് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ എല്ലാ ബാധ്യതകളും ഞാൻ ഫെബ്രുവരിയിൽ വന്നു. മാർച്ചിൽ ഇയർ എൻഡിന് മുമ്പായിട്ട് എനിക്കത് മൊത്തം തീർക്കാൻ പറ്റി. മാതാവിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണത്. രണ്ടാമത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് എനിക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ചേട്ടൻ്റെയും അത് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് കയറി. ചേട്ടൻ്റെ മരണശേഷമാണ് ഞാൻ കയറിയത്. പള്ളിയിൽ അച്ഛനൊക്കെ സഹായിച്ച് ഞാൻ ഫ്രീ ആയിട്ടാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചത്. അതിനുശേഷം അവർ പ്രോസസ്സിങ്ങും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ജർമ്മൻ ലാംഗ്വേജ് ഞാൻ എൻ്റെ 2nd അറ്റംപ്റ്റിൽ പാസ്സായി. ആകെ ഞാൻ സ്പ്രെഷൻ ഞാൻ ഒറ്റ തവണ ഞാൻ അറ്റംപ്റ്റ് ചെയ്തുള്ളൂ. സ്പ്രെഷൻ എക്സാം എഴുതാൻ പോയ സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം എൻ്റെ കൂടെ തന്നെ പിടിച്ച് അവർ ചോദിക്കുന്നതിനെല്ലാം ഞാൻ മറുപടി പറയുകയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് സ്പ്രെഷൻ പാസ്സാവുകയും ചെയ്തു. സ്പ്രെഷൻ എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ആണ്, ജർമ്മനിൽ പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ പ്രോസസ്സിംഗ് ആയിരുന്നു എനിക്ക് വലിയൊരു കടമ്പയായിട്ടുണ്ടായിരുന്നത്. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് ഇൻടേക്കിൽ എനിക്ക് പോകണം, മാർച്ച് ഏപ്രിലിൽ പോകണം. ഫെബ്രുവരി ലാസ്റ്റായിട്ടും എൻ്റെ ഇൻ്റർവ്യൂ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി, എന്നിട്ട് ഞാൻ നേർച്ച വസ്തുക്കൾ ഉടമ്പടി ഉപ്പും തൈലവും പൂശി ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ പൂശി ഇവിടെ വന്ന് മാതാവിൻ്റെ അവിടെയുള്ള ഗ്രോട്ടോയിൽ ചെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ പറയുന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് മാർച്ച് ഏപ്രിൽ ഇൻടേക്ക് തന്നെ ഒന്ന് പോകണം മാതാവ്, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അത്രയും മോശമാണ്, എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മാർച്ചിൽ എനിക്ക് തന്നെ അറിയില്ല, മാർച്ചിൽ എല്ലാ വ്യാഴാഴ്ച എനിക്ക് ഓരോ അപ്ഡേറ്റ്സ് വഴിയാണ് വന്നത്. ഫസ്റ്റ് വ്യാഴാഴ്ച ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു, സെക്കൻഡ് വ്യാഴാഴ്ച ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി, കോൺട്രാക്റ്റ് വന്നു, വിസയ്ക്ക് വെച്ചു. ഈ ആഴ്ച എനിക്ക് എൻ്റെ വിസ കിട്ടി. ഞാൻ ഈ ആഴ്ച ജർമ്മനിയിലേക്ക് പോവാണ്. ഇത് എൻ്റെ ഒരു കഴിവുകൊണ്ട് ഞാൻ നേടിയതല്ല, എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന അനുഗ്രഹമാണിത്. കാരുണ്യ പ്രവൃത്തികളിൽ ഞാൻ ചെയ്യുന്നത് എല്ലാ മാസവും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ
പാവപ്പെട്ട എല്ലാവർക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പൊതിച്ചോറ് ഞാൻ പൊതിഞ്ഞ് കെട്ടി വഴിയോരങ്ങളിലും ഹോസ്പിറ്റൽസിലും ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പത്രക്കെട്ട് വാങ്ങിക്കൊണ്ട് പോയി അതിൽ വചനം എഴുതി ഉടമ്പടി തൈലം പൂശി ഞാനിങ്ങനെ പറയും, മാതാവേ അർഹതപ്പെട്ടവർക്ക് ഇത് അവരുടെ കൈകളിലെത്തിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അതിൽ ദൈവവചനം എഴുതി ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ബൈബിള് ഞാൻ നല്ല രീതിയിൽ ബൈബിള് വായിക്കും. എനിക്ക് സ്പാർക്ക് ചെയ്യുന്ന എല്ലാ വചനങ്ങളും ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും ബൈബിള് വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വായിച്ച വചനങ്ങളും ഞാൻ ഏറ്റു പറയുകയും അത് പഠിക്കുകയും ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുകയും ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്യും. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ പ്രോസസ്സിങ് എല്ലാം ജർമ്മൻ പ്രോസസ്സിങ് തന്നെ നല്ല ലാഗ്. ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുക, ഉടമ്പടി ധ്യാനം കാണുക, നിങ്ങൾക്ക് അതിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാവും. ഞാൻ എല്ലാ ദിവസവും അത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ 2-3 പേരെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ഞാനിങ്ങനെ എനിക്ക് മൈഗ്രെയിൻ്റെ അസുഖം ഉണ്ടായി. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. രോഗസൗഖ്യ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇന്നേ വരെ ആ മൈഗ്രെയിൻ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല.